ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ പാലിന്ന് എങ്ങനെ ഈസി ആയിട്ട് വെണ്ണ എടുക്കണത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോകും കേട്ടോ. പിന്നെ അത് നെയ്യാക്കണതും ഞങ്ങൾ കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അതായത് പാലിൻ്റെ പാടയാണ്, സൊസൈറ്റി പാലാണ് കേട്ടോ. നമ്മൾ നല്ല തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല കട്ടിയിൽ പാട കിട്ടും. അപ്പം അത് ദിവസവും നമ്മൾ എടുത്ത് ഒരു ഡബ്ബയിലാക്കി വെക്കുക. അപ്പം നമുക്ക് ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇത്രത്തോളം കിട്ടും. ഇത് നമ്മൾക്ക് ചിലവരൊക്കെ മിക്സിയിലടിക്കും, മിക്സി ജാറിൽ ഇട്ടിട്ട് ഐസ് വെള്ളം ഒഴിച്ചടിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് അതൊന്നും ആവശ്യമില്ല. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല. ഈസി ആയിട്ട് നമുക്ക് ഇതിന്ന് വെണ്ണയെടുക്കാം. അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്കിതിന് ആവശ്യം കുറച്ച് ഐസും കട്ടകൾ. വെള്ളം ആവശ്യമില്ല, ഐസും കട്ടകളാണ് ആവശ്യം കേട്ടോ. ട്രെയിൽ കുറച്ച് ഐസും കട്ടകളാക്കി വെച്ചാൽ നമുക്കെല്ലാം ഇതിടുക. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഐസും കട്ട മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ ഐസ് ക്യൂബ് കണ്ടോ. ഇത് ഇത്തിരി ഒന്ന് തണുത്ത് വരണം, പാട ഒന്ന് തണുത്ത് വരണം. ഇത് മാത്രം മതി നമുക്ക് ഇളക്കാൻ. ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വേറെ ഒന്നും ആവശ്യമില്ല, വേണ്ട. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞതും ഇങ്ങനെ ഇളക്കുക. കുറച്ച് നേരം കഴിഞ്ഞതും ഇതൊന്ന് വെണ്ണ വരുന്നത് കാണാം നമുക്ക്. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോൾ കട്ടിയായി വരുന്നത് കണ്ടോ. ആടെന്ന് വെണ്ണകൾ ഇത്തിരി നേരത്തിലാണ്. നമുക്കൊരു 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 15 മിനിറ്റിലാണ് നമുക്ക് ഇത്രയും പാടയിൽ വെണ്ണ കിട്ടിയത്. അതൊക്കെ വെണ്ണയാ. ഞാൻ കാണിച്ചു തരാം. അത് കയ്യിൽ വെള്ളം നനച്ചിട്ട് എടുത്ത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ നനയ്ക്കുക. പിന്നെ വേണ്ട വെണ്ണ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഉണ്ടയാക്കി കിട്ടുള്ളൂ. അടിപൊളി. വെള്ളം കണ്ടോ പോണു. ഇതാണ് ഇതൊക്കെ വെണ്ണയാണ്. ഇങ്ങനെ വെച്ച് ഇങ്ങനെ അമർത്തിയ വേണ്ട. ഇങ്ങനെ വെള്ളം തനിച്ചിങ്ങനെ വീഴുന്നുണ്ടാവും, അതാണ് വെണ്ണ. ഇതാ വെള്ളം അടിപൊളിയായിട്ട് എങ്ങനെ വെള്ളം വന്നിരിക്കുന്നുണ്ടോ. നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, ഐസും കട്ട മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ. ആ ഐസും കട്ടയിലുള്ള വെള്ളമാണ് ഇതായത്. നമുക്ക് ആ കൂളിങ്ങിലാണ് വെണ്ണ തനിച്ച് വന്നിരിക്കണം. ഒന്നിച്ചിങ്ങനെ വരും. ഒരു 15 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഇളക്കിയ കയ്യിലായാലും പ്രശ്നമില്ല. ഈ ഇളക്കണ ഈ സാധനം ഇല്ലാത്തവർ വീട്ടിൽ നമുക്ക് കയ്യിൽ ഇളക്കാം കേട്ടോ. ഏതോ ഒന്ന് ചട്ടുകം ഇല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ 15 മിനിറ്റ് കുറച്ച് നല്ല സ്ലോവിൽ ഇളക്കണ്ട. ഇത്തിരി പറ്റുന്ന വരെ ഇത്തിരി സ്പീഡാക്കിയാൽ മതി. എന്നാലേ നമുക്ക് ഇങ്ങനെ വെണ്ണ കിട്ടുള്ളൂ. നമ്മൾ വെണ്ണയെടുത്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമ്മൾ നെയ്യാക്കണത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നെയ്യാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി ഇതൊക്കെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊന്തി വരും. അതിനാണ് കുറച്ച് നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇത്തിരി വലിയ പാത്രം വെക്കണത് കേട്ടോ. ഇല്ലെങ്കിൽ പൊന്തി പുറത്തേക്ക് പോവേ. പിന്നെ ഒരു 15 മിനിറ്റ് പിടിക്കും നെയ്യാവാൻ. കണ്ടോ ഇങ്ങനെ ഉരുകി ഇങ്ങനെ വരും. തിളക്കുന്നുണ്ട്. വേണ്ട ഇനി
ഇനി കുറച്ച് സിമ്മാക്കണം കേട്ടോ. ഇത്ര ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഇത്തിരി സിമ്മാക്കുക. ഇത് തന്നെ അതാ ഈ തളം മതി. ഇതാണ്ട ഇത് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതി. നെയ്യ് വരുമ്പോൾ നെയ്യ് ഇതിന്ന് നമുക്ക് തനിച്ച് വരും. നെയ്യ് എണ്ണ പോലെ ഇങ്ങനെ മേലെ. അപ്പം തന്നെ ഇതപ്പം കണ്ടോ, ഇപ്പം എല്ലാം കംപ്ലീറ്റ് കലങ്ങി ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നെയ്യ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം, പറയാം. വേണ്ട, നെയ്യ് ആവാറായിട്ടാ. കുറച്ച് നേരം കൂടി മതി, ഒരു 5 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ നെയ്യാവും. നെയ്യ് എല്ലാം മേലെ വരുന്നുണ്ടോ. ഇനി ആയിട്ടില്ല ഇറക്കാൻ, 2 മിനിറ്റും കൂടി അടുപ്പിലിരിക്കണം കേട്ടോ. നമ്മളിത് നെയ്യ് എടുക്കുമ്പോൾ നല്ല എണ്ണ മേലെ ഇങ്ങനെ വന്ന് നിൽക്കണം. നെയ്യ് മേലെ വന്ന് നിൽക്കണം. ഈ മഞ്ഞ കളർ അടിയില്ലേ, അതിങ്ങനെ താഴെ ബ്രൗൺ കളറായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ സമയം. ആ സമയമാണ് നമ്മൾ ഇറക്കേണ്ടത്. അതിൻ്റെ മുമ്പ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നെയ്യ് കേട് വരും. പിന്നെ നെയ്യിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ഇതാ നെയ്യ്, ഇതാ അല്ല, അതാ നെയ്യ് മേലെ വന്ന് നിൽക്കണ നെയ്യ്. അതാണ് നെയ്യ്. ഇതിൻ്റെ അടി ഇതാ. ഇനി ഇതൊന്ന് താഴെയുള്ള ഈ കളറുണ്ടല്ലോ, ഇത് ഇത്തിരി ഒരു ബ്രൗൺ ആയാൽ മതി. നല്ല കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നെയ്യിൻ്റെ മണം പോയി കരിഞ്ഞ മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നാൽ മതി. ഇതായത് ഈ സാധനം ഈ അടിയിൽ കിടക്കുന്നുണ്ടല്ലോ, ഈ സാധനം ഒരു ബ്രൗൺ കളർ വന്നാൽ മതി. ആ സമയത്ത് ഇറക്കുക. ഇതാ നെയ്യായി കഴിഞ്ഞു. വേണ്ട നെയ്യ് ഇനി നമ്മൾ കറക്റ്റ് ഇതാണ് ഈ മഞ്ഞ കളറായിരുന്ന ഈ സാധനം കണ്ടോ, അടിയിലുള്ള ഈ സാധനം ഇതാ ഇത്തിരി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മളിനി അടുപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഇരുന്ന് ഒന്നും കൂടിയും ബ്രൗൺ കളറാകും. അപ്പോൾ ഒന്നും കൂടി നെയ്യ് മുറുകിക്കോളും. ഇത് കണ്ടോ, ഇത് നെയ്യ് കണ്ടോ, ഇതാ അടിപൊളി നെയ്യ് കണ്ടോ, മണല് പോലെ. എന്താ മണം. നമ്മളിങ്ങനെ പാലിൽ നിന്ന് എടുത്ത് പാടയിൽ ഇങ്ങനെ നെയ്യാക്കി കഴിഞ്ഞാൽ സൂപ്പർ നെയ്യായിരിക്കും, നല്ല സ്മെല്ലും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.